ഗുഡ് മോർണിംഗ്, ശുഭദിനം. ഇന്നലെ നമ്മൾ കേൾക്കുന്നതാണ് ജമ്മു കാശ്മീരിൽ ഭീകര ആക്രമണം. അവിടെ മരിച്ച എല്ലാ സഹോദരന്മാർക്കും, എല്ലാ മക്കൾക്കും എൻ്റെ പ്രാർത്ഥനയോടെയുള്ള പ്രണാമം അർപ്പിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ വളരെയധികം ഇപ്പം ന്യൂസ് കണ്ട് നമ്മുടെ കേരളമാകെ, ലോകമാകെ, ഇന്ത്യ ആകെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. ഞാൻ എൻ്റെ അവസ്ഥ ഇപ്പം അവിടെ മരിച്ച ആ മകൻ്റെ ഭാര്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 ദിവസമായിട്ടുള്ളൂ. അവർ വിനോദസഞ്ചാരത്തിന് പോയതാണ്, അവരുടെ ഹണിമൂൺ ആഘോഷിക്കാൻ പോയതാണ്. ആ കുട്ടി വിധവയായി. ഞാനും ഒരു വിധവയാണ്. അതിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഓരോ ന്യൂസും വായിക്കുമ്പോൾ നമ്മൾ വളരെയധികം വിഷമത്തോടുകൂടിയാണ്, നമ്മുടെ നെഞ്ചു പൊട്ടേണ്ട രീതിയിലുള്ള ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ കുഞ്ഞുമക്കളും എല്ലാവരും മരിക്കുമ്പോഴുള്ള വേദന അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. കൂടുതൽ വിഷമം തോന്നണമെങ്കിൽ അത് അനുഭവമുള്ളവർക്കേ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഞാനിന്ന് പറയാൻ വന്നത്, എൻ്റെ ഒരു ആൺകുഞ്ഞ്, എൻ്റെ ഒരു 2ാമത്തെ കുഞ്ഞ് മരിച്ചു പോയതാണ് വർഷങ്ങൾക്ക് മുൻപ്. ഒരു 8 മാസം പ്രായമുള്ളപ്പോൾ അവന് പനി വന്നതാണ്. അത് 8 മാസം വരെ അവൻ വളരെ ആരോഗ്യത്തോടെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നതാണ്. അവന് ഒരു അസുഖങ്ങളൊന്നും വന്നിട്ടില്ല, ഒരു പനി പോലും വന്നിട്ടില്ല, ഒരു ജലദോഷം പോലും വന്നിട്ടില്ല. 8 മാസമായപ്പോൾ അവനൊരു പനി വന്നിട്ട് ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എറണാകുളം നോർത്തിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. CC കുര്യൻ, ഡോക്ടർ മാർഗ്രേറ്റ് ഒക്കെയാണ് നമ്മുടെ കുട്ടികളെ പീഡിയാട്രിഷ്യൻ. അപ്പം CC കുര്യൻ ഇല്ലാത്തപ്പോൾ മാർഗ്രേറ്റ് അവരാ നോക്കുന്നത്. അവർ പനിയുടെ മരുന്ന് അന്ന് ഒരു ചെറിയൊരു മരുന്ന് തന്നു. അത് കൊണ്ടുവന്ന് കൊടുത്ത് കൊച്ചിന് മാറുന്നില്ല. കൊച്ച് രാത്രിയിലൊക്കെ ഭയങ്കരമായ കരച്ചിലാണ്. കരയുമ്പോൾ നമ്മളിങ്ങനെ കാലയിലിട്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ വീട്ടായിരുന്നു ഞാൻ. അപ്പോൾ അമ്മയും മാറി ഞങ്ങൾ എടുക്കും. കൊച്ച് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ഒരാഴ്ച, ഒരു 5 ദിവസം ഈ മരുന്ന് കൊടുക്കും അതിൽ. അത് കൊടുത്തു കഴിയുമ്പോൾ അത് കുറഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോട്ടാന്ന് ഡോക്ടർ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞിട്ടും ഈ പനിയും മാറുന്നില്ല, ഇവൻ കരച്ചിൽ. ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും, ദൈവമേ ടെസ്റ്റിലൊന്നും ഉണ്ടാകില്ലേ. പത്തോളജി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് അതും ചെയ്തപ്പോൾ അവർക്ക് എന്തോ സംഗതി മനസ്സിലായി. ഇപ്പം തന്നെ കുട്ടിയെ അഡ്മിറ്റാക്കണം. വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ടാവുമല്ലോ, അവരെ വിളിക്കുമ്പോൾ. അങ്ങനെ അന്നൊന്നും ഫോണൊന്നുമില്ല, ആരോ പറഞ്ഞു വിട്ട് പുള്ളിക്കാരനെ വിളിച്ചു കൊണ്ടുവന്ന് അഡ്മിറ്റായി. അങ്ങനെ 8 മാസത്തിൽ അഡ്മിറ്റാക്കിയ കുട്ടീനെ 11 മാസം വരെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ ജീവിച്ചു. അവർക്ക് പറ്റാവുന്ന ചികിത്സകൾ മൊത്തം നൽകി. കൊച്ചിനെ കിട്ടിയില്ല. കൊച്ചിനെ മരിച്ച് വീട്ടിൽ നിന്ന്, അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുൻപാണ് എൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു അമ്മാവനുണ്ട്. പുള്ളി ഡെയിലി വൈകിട്ടാകുമ്പോൾ വരും. പുള്ളി എന്നോട് പറയുന്നില്ല, അതിലെ കൊച്ചിന് റിജോയ് എന്നാണ് മോൻ്റെ പേര്, മോനെ നമുക്ക് കിട്ടൂല, എന്തോ പറ്റി. അതുവരെ എനിക്കറിയില്ല, എനിക്കൊരു 10, 20, 21 വയസ്സിൽ കൂടുതലില്ല ആ സമയത്ത്. എന്ത് പറ്റീന്ന് ഒന്ന് ചോദിച്ചാൽ വെറുതെ തമാശയൊന്നും പറയല്ലേന്ന്. അപ്പോൾ പറഞ്ഞു അവന് ലുക്കീമിയാണെന്ന് പറഞ്ഞു. കൊച്ചിന് ബ്ലഡ് ക്യാൻസറായിരുന്നു. എന്താ ഒരു അമ്മ അനുഭവിച്ചൊരു വേദന. ഞാൻ കൊച്ചിനെയും കൊണ്ട് തേവരപ്പാലത്തിൽ പോയി
ചാടി മരിക്കാനും വരെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മകളെ ഓർത്ത്, ഒരു വയസ്സ് ഉള്ള കുട്ടി ഉണ്ടായിരുന്ന സമയത്ത്, ഇവന് 1 വയസ്സും 11 മാസമേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഇവനെ പ്രസവിക്കണം. ആ കുട്ടിക്ക് 1 വയസ്സും 11 മാസമേ ഉള്ളൂ, മൂത്ത കുട്ടിക്ക്. അതിനെ ഓർത്ത് ഞാൻ അത് ചെയ്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മക്കൾ മരിച്ചു പോകുമ്പോഴുള്ള അമ്മമാരുടെ, അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, അവരുടെ ഒരു വേദന എന്ന് പറയുന്നത്, അവർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെട്ടാൽ അവരുടെ വേദന മരണം വരെ അത് തീരുന്നില്ല. ഇങ്ങനെ ഭീകരരുടെ ആക്രമണത്തിൽ മരിച്ചുപോയ ആ മകളുടെ, ആ ഭർത്താവ് നഷ്ടപ്പെട്ട ആ മകളുടെ വേദന, എൻ്റെ ഭർത്താവും മരിച്ചതാണേ, എനിക്ക് ഊഹിക്കാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റണില്ല. ആ കുഞ്ഞ് കിടന്ന് കരയുന്നത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റണില്ല. എന്തിനാണ് ഈ മനുഷ്യർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇങ്ങനെ ഈ ലോകം നശിപ്പിച്ചെടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അത് ഞാനൊന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. ഭയങ്കരമായ വേദന. ഈ ലോകം എങ്ങോട്ടാണ് ഈ പോകുന്നത്? മനുഷ്യരെ കണ്ടൂടെ? മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാം മനുഷ്യരല്ലേ. നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് കൊടുക്കും, ബ്ലഡ് സ്വീകരിക്കും. ഏത് ജാതിയുടെയാണോ ഏത് മതത്തിൻ്റെയാണോ നോക്കിയിട്ടാണ് നമ്മളിത് സ്വീകരിക്കുന്നത്. ഈ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നു, സുനാമി വന്നു, പിന്നെ അടുത്ത കാലത്ത് അസുഖം വന്നു, എന്തെല്ലാം അസുഖങ്ങൾ വരുന്നു. അപ്പോഴൊക്കെ നമ്മളെല്ലാവരും ഒന്നായി നിന്ന് എല്ലാം മുന്നേറി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഈ നാട്ടിൽ, ഈ ലോകത്തിൽ, ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചുകൂടെ? ഇതുപോലെ നശിപ്പിച്ചെടുക്കണോ? എന്തോരം സന്തോഷത്തോടുകൂടിയാണ് ആ മക്കളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും ഓരോ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്നത്. എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ മക്കളെയും ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ ഭർത്താവിനെ ചേർത്ത് പിടിച്ച്, സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച്, അച്ഛനെ ചേർത്ത് പിടിച്ച് നമ്മൾ ഓരോ ഇതിന് പോകുന്നത്. ഇതെന്തെങ്കിലും ചിന്തിച്ചിട്ടാണോ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത്? ഈ ദുഷ്ടന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? വകവരുത്തേണ്ട സമയം കഴിഞ്ഞ്. ഇതെന്ന് പറയാനായിട്ട് എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള വിഷം ആരോട് പറയാൻ? ഞാനതാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, ഈശ്വര ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ശുഭദിനം.